ഹായ് കൂട്ടുകാരെ, ജോലി കഴിഞ്ഞ് വരുന്ന വഴിയാണ്. വിശപ്പ് കൊണ്ട് സഹിക്കാനേ പറ്റിയില്ല. എന്നിട്ട് ഇവിടെ ടൗണിലുള്ള ഒരു കടയിൽ കയറി ഒരു അവിൽ മിൽക്ക് കുടിച്ചു. അതിന് ശേഷം ഇങ്ങനെ ജോലി കഴിഞ്ഞ് ഇങ്ങനെ നടന്നു വരുന്ന വഴിയാണ്. നല്ല ചാറ്റൽ മഴയുണ്ട്, പുറത്ത് നല്ല മഴയുണ്ട്. പക്ഷേ വഴികളെല്ലാം ആകെ വൃത്തികേടായി കിടക്കുന്ന ഇലകളും ചളിയൊക്കെ ആയിട്ട് ഇന്ന് പിന്നെ അപ്പോൾ ടൗണിലൊന്ന് പൊതുവെ തിരക്ക് കുറവായിരുന്നു. എന്നാലും നല്ല മഴ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് ഇങ്ങനെ ടൗണിൻ്റെ ഓരോ ഭാഗത്തൂടെ ഇങ്ങനെ നടന്ന് വരികയാണ്. വന്ന് പിന്നെ പൊതുവെ ആൾക്കാരെ തിരക്ക് കുറവാണ്. പിന്നെ വരുന്ന വഴി ഒരു സാധനം വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ആ സാധനങ്ങൾ തപ്പി ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്, വിശപ്പുണ്ട്. എങ്കിലും സാധനം വാങ്ങാതെ പോവാൻ സാധിക്കില്ലാത്തത് കൊണ്ട് സാധനം തേടി ഒരു ഷോപ്പിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. പോകുന്ന വഴിയിലുള്ള മനോഹരമായൊരു ടെക്സ്റ്റൈൽ ഷോപ്പാണിത്. പിന്നെ വഴികളിലൊക്കെ നല്ല നല്ല വൃത്തിയുള്ള ടൗണാണ്. അതിനിടയിൽ ഇവിടെ കുറച്ച് പിന്നെ ഒരു മേള പോലെ പിന്നെ വേനൽക്കാല വെക്കേഷൻ ടൈമിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. സാധനങ്ങൾക്കൊക്കെ ചെറിയ വിലയായിരുന്നു. ഒരു 135, 100 അങ്ങനെയുള്ള കുറേ കളിപ്പാട്ടങ്ങളും പിന്നെ പാവകളും വീട്ടുപകരണങ്ങളും ബക്കറ്റുകളും പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിറയെ ഭരണികളും തുണികൾ അതെല്ലാം ഉണ്ട്. ഏതെടുത്താലും 150 രൂപ എന്നുള്ള പോലുള്ള ഒരു ഷോപ്പായിരുന്നു. നമ്മൾ വെക്കേഷൻ ടൈമിൽ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ബോട്ടിൽസ് എല്ലാം വാങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. കുറച്ച് ഈ മല്ലി മുളകൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള ഒരു ബോട്ടിൽസ് എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരഞ്ഞ് നടന്നു. അങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ നോക്കി പോകുന്നു. ഒരു ഭാഗത്ത് കുറേ തുണികളുണ്ട്, പാവകളുണ്ട്, അലുമിനിയം പാത്രങ്ങളുണ്ട്. പിന്നെ അങ്ങനെ വലിയ ആളൊന്നും ഉണ്ടായിരുന്നില്ല. വെക്കേഷൻ ടൈമിലാണ് നല്ല ആളുണ്ടാവുന്നത്. കാണാൻ നല്ല ഭംഗി, ഭരണികൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പല തരത്തിലുള്ള ഭരണികളുണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ നല്ലൊരു കൊതി തോന്നുന്ന രൂപത്തിലായിരുന്നു. പിന്നെ വീട്ടിൽ അത്യാവശ്യം ഭരണികളെല്ലാം ഉള്ളതുകൊണ്ട് വാങ്ങിയില്ല. വെക്കാൻ സ്ഥലവും കൂടെ വേണമല്ലോ. പിന്നെ ഒരു ഭാഗത്ത് കുറേ തുണികൾ, ഇതൊക്കെ ചെറിയ വിലയുടെ ഇതാണ്, ചുരിദാറിൻ്റെ പാൻറ്റുകളാണ്. അതെല്ലാം ഒരു 130 അങ്ങനെയുള്ള വിലയുള്ളൂ. അങ്ങനെ അതെല്ലാം വെറുതെ നോക്കിയതാണ്. പിന്നെ എനിക്കാവശ്യം നല്ല ബോട്ടിൽസ് ആയിരുന്നു. അത് വാങ്ങി വീട്ടിലേക്ക് വന്നു.